ദ ബോയ്സ് എന്ന സീരീസിനെ കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മുൻധാരണയുണ്ടായിരുന്നു. ഒരു സൂപ്പർ ഹീറോ സീരീസിൽ നിന്നും മാക്സിമം എന്ത് പ്രതീക്ഷിക്കാം എന്ന മുൻവിധി. എന്നാൽ അത്തരത്തിലുള്ള എൻ്റെ എല്ലാ ധാരണകളെയും ആദ്യ എപ്പിസോഡിൽ തന്നെ ദ ബോയ്സ് തകർത്തു. സൂപ്പർ ഹീറോകളെ കുറിച്ച് നമുക്ക് സിനിമകളിൽ കൂടി കണ്ടു ശീലിച്ച ഒരു ഇമേജ് ഉണ്ട്. നാടിനെ രക്ഷിക്കാൻ സ്വന്തം കഴിവുകളെ ഉപയോഗിക്കുന്ന സൂപ്പർ ഹീറോകൾ എല്ലാം തികഞ്ഞവരായിരുന്നു. എന്നാൽ ഇത്തരം കഴിവുകൾ കിട്ടുമ്പോൾ നേരെ തെറ്റായ വഴികളിലൂടെ പോകുന്നവരെ നമ്മൾ സൂപ്പർ വില്ലന്മാർ എന്നും വിളിച്ചു. ദ ബോയ്സ് എന്ന സീരീസ് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള കുറച്ച് പേരെ കുറിച്ചാണ്. വോട്ട് എന്നൊരു $1 ബില്യൺ ആസ്തിയുള്ള കമ്പനിയാണ് അമേരിക്കയിലെ സൂപ്പർ ഹീറോകളെ മാനേജ് ചെയ്യുന്നത്. രാജ്യത്ത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ വോട്ട് ആവശ്യമുള്ള സൂപ്പർ ഹീറോകളെ അങ്ങോട്ട് അയക്കും. കൂടാതെ സൂപ്പർ ഹീറോകളെ വെച്ച് സിനിമ എടുക്കുക, പരസ്യങ്ങൾ ചെയ്യുക, സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുക, ടോയ്സ് പോലെയുള്ള ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് അടക്കം എല്ലാം വോട്ടാണ് ചെയ്യുന്നത്. ഇവരുടെ 7 പേരടങ്ങുന്ന സൂപ്പർ ഹീറോ ഗ്യാങ്ങിൻ്റെ പേരാണ് 7. ഇതിൻ്റെ തലവനാണ് ഹോംലാൻഡർ. ഏകദേശം സൂപ്പർമാൻ്റെ അത്രയും ശക്തിയുള്ള ഒരാൾ. എന്നാൽ ഹോംലാൻഡർ സൂപ്പർ ഹീറോകളുടെ മാത്രം തലവനാണ്. വോട്ടിൻ്റെ ഹെഡ് മറ്റ് പലരുമാണ്. ഹോംലാൻഡറിനെ കൂടാതെ എ ട്രെയിൻ, ക്യൂൻ മേവ്, ഡീപ്, ബ്ലാക്ക് നോയർ, ട്രാൻസ്ലൂസൻ, ലാംലൈറ്റർ എന്നിവരുമുണ്ട്. ഇതിലെ ലാംലൈറ്റർ റിട്ടയർഡ് ആവുമ്പോൾ പുതിയ ഒരാൾ ടീമിൽ വരുന്നു, സ്റ്റാർലൈറ്റ്. ഇതേ സമയം ഹ്യൂ ക്യാമ്പൽ എന്ന യുവാവിൻ്റെ കാമുകയെ എ ട്രെയിൻ അശ്രദ്ധ മൂലം കൊല്ലുന്നു. എന്നാൽ വോട്ട് അതൊരു അപകടമാണെന്ന് വരുത്തി തീർക്കുകയും പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് ഹ്യൂയെ കാണാൻ ബില്ലി ബുച്ചർ എന്നൊരാൾ വരുന്നത്. എ ട്രെയിനോട് പ്രതികാരം വീട്ടാൻ സഹായിക്കാം എന്ന വാഗ്ദാനവുമായി. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് വോട്ടിനെതിരെയും 7-നെതിരെയും നടത്തുന്ന പോരാട്ടങ്ങളാണ് സീരീസിന്റെ തുടർന്നുള്ള കഥ. ഇവർക്ക് കൂട്ടായി വേറെ ചിലരും വരും. കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും മികച്ചത് ബില്ലി ബുച്ചറും ഹോംലാൻഡറുമാണെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടുപേർക്കും ഒരു ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഹ്യൂയി, സ്റ്റാർലൈറ്റ്, ഫ്രഞ്ചി തുടങ്ങിയവരും നല്ല ക്യാരക്ടേഴ്സാണ്. സ്റ്റാർലൈറ്റ് എന്ന പുതിയ സൂപ്പർ ഹീറോയുടെ കണ്ണിലൂടെ വോട്ടിന്റെ ഫേക്ക് ലോകത്തെയും അവരുടെ പല പ്രൊപ്പഗാൻഡയും നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. ഇപ്പോൾ തന്നെ സൂപ്പർ ഹീറോകൾ വെറും സാങ്കല്പിക കഥാപാത്രങ്ങളായിട്ട് കൂടി സിനിമകളിലൂടെയും മറ്റ് മെർച്ചൻഡൈസുകളിലൂടെയും എത്രയോ പണം കമ്പനികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ശരിക്കും സൂപ്പർ ഹീറോകൾ ഉണ്ടെങ്കിൽ ഇത്തരം കുത്തക കമ്പനികൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ജനങ്ങളെ പിഴിയുമെന്ന് ഈ സീരീസ് വ്യക്തമായി കാണിച്ചു തരും. വെറും സാധാരണ മനുഷ്യർ സൂപ്പർ ഹീറോകളെ നേരിടുന്നത് വളരെ റിയലിസ്റ്റിക് ആയി തന്നെ കാണിക്കാൻ സീരീസിന് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ മാർവൽ സിനിമകളിൽ കാണുന്ന പോലെയുള്ള ഫൈറ്റുകളും ഏലിയൻ യുദ്ധങ്ങളും ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിരാശയാവും ഫലം. ഇത് അതിനേക്കാൾ മികച്ചതാണ്. ബുദ്ധി കൊണ്ടും മാനിപ്പുലേഷൻ കൊണ്ടുമാണ് ഇവർ 7-നെ നേരിടുന്നത്. സീരീസിന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് റെലവന്റ് സോഷ്യൽ വിഷയങ്ങൾ സീരീസ് കഥയിൽ ഒരു എച്ചുകെട്ടിലും ഇല്ലാതെ പറയുന്നുണ്ട്. ഫെമിനിസം, സെക്ഷൽ അബ്യൂസ്, വർക്ക് പ്ലേസ് അബ്യൂസ്, ഹോമോസെക്ഷുവാലിറ്റി, ഡിപ്രഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രോഗ്രസീവ് സ്റ്റാൻഡ് എടുക്കുന്ന സീരീസ് മതം, ദൈവം തുടങ്ങിയ പൊള്ളുന്ന വിഷയങ്ങളെയും ഒരു മടിയും കൂടാതെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഓരോ കഥാപാത്രത്തിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടാവുമെന്നത് എനിക്ക് വളരെ മതിപ്പ് തോന്നിയ കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഓർക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ സൂപ്പർ ഹീറോകൾക്ക് കൊടുത്തത് സീരീസിന്റെ റൈറ്റേഴ്സിന്റെ കഴിവ് തന്നെയാണ് കാണിക്കുന്നത്. സീരീസ് പുരോഗമിക്കുമ്പോൾ യഥാർത്ഥ പ്ലോട്ടിൽ നിന്നും തെന്നി മാറാതെ എന്നാൽ കഥ ആവശ്യപ്പെടുന്ന സബ് പ്ലോട്ടുകൾക്കും സീരീസ് പ്രാധാന്യം നൽകുന്നുണ്ട്. സാധാരണ സൂപ്പർ ഹീറോ സിനിമകളിൽ കാണുന്നതിൽ കൂടുതൽ വയലൻസും അഡൾട്ട് കണ്ടന്റും ഇതിലുണ്ട്. ഇത് ഒരുപക്ഷെ സീരീസിന് കിട്ടേണ്ട വൈഡ് ഓഡിയൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമെങ്കിലും ഈ കഥ ഇങ്ങനെ എടുത്താലേ ഇമ്പാക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ദ ബോയ്സ് സൂപ്പർ ഹീറോ സീരീസുകളിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും. എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂയും നല്ല കഥയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാം എന്ന് ദ ബോയ്സ് കാണിച്ചു തരും. നിങ്ങൾ കോമിക് കഥകൾ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും സൂപ്പർ ഹീറോ സിനിമകൾ പോലും കാണാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിലും ഈ സീരീസ് ധൈര്യമായി കാണാം. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. 2 സീസണുകളിലായി 16 എപ്പിസോഡുകൾ മാത്രമാണുള്ളത്. 3-ാം സീസൺ അടുത്ത വർഷം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.